ആക്രോശിക്കുക, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾ എന്നെ തള്ളി അടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഓടി മാറി. കാരണം എനിക്കൊരു സംഘർഷം ഉണ്ടാക്കൽ എൻ്റെ വാക്കല്ല, എൻ്റെ ആവശ്യമല്ല. അതാണ് നിരന്തരം അവർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെയുള്ള CPM-ന്റെ പ്രാദേശിക നേതൃത്വമാണ്, CITU-ന്റെ നേതൃത്വമാണ്. അവരെ കെയർ ഓഫിലാണ് ഇവർ തടിയെ ആക്രമണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു പ്രവാസി ഇവിടെ വന്നിട്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. ഉസ്മാൻ DK എന്ന എൻ്റെ പ്രൊഫൈൽ 5K+. ഞാൻ പോരാടുന്ന ഒരു സൈബർ പോരാളിയാണ്. എൻ്റെ വാർഡിലുള്ള CPM-ന്റെ സൈബറിന്റെ കാര്യങ്ങളിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM ഓഫീസിൽ ഞാനാ പോലെ. എന്തുകൊണ്ടാണ് അവർ എന്നെ സമ്മതിക്കാതെ? എനിക്കൊരു അറിവുമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി ഉസ്മാനെ പോലെ ചക്രവാളം ചുവപ്പിക്കാൻ ഇറങ്ങി തിരിച്ച കുറേയധികം മാപ്പിള സഖാക്കളുണ്ട്. RSSന്റെ ഹിന്ദുത്വ അജണ്ടകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മാപ്പിള സഖാക്കള് സൈബർ പോരാളികളാണത്രേ. സൈബർ പോരാളികൾ. ആ സൈബർ പോരാളികളെ ഗതികേടാണ് ഒരു കണക്കിന് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. നന്നായി എന്നേ. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന് ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടകൾക്ക് ചുക്കാൻ പിടിക്കുന്ന CPM-ന്റെ സംഘാക്കളായിട്ടുള്ള നേതാക്കളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പണിയെടുത്ത ഇവനെല്ലാം ഇത് തന്നെ കിട്ടണം. ഇതല്ല, ഇതിനപ്പുറം കിട്ടണം. എന്തായാലും തടഞ്ഞത് CPM-കാരനാണ്, തടഞ്ഞത് CITU-കാരനാണ്. അത് മാപ്പിള സഖാവിന് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. പറ്റെങ്കിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും തലശ്ശേരിയിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം കാണിച്ച തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, അതുപോലെ ഇവൻ്റെ വാഹനവും കൂടി അങ്ങ് കത്തിക്കണം. സഖാക്കൾക്ക് നന്നായിട്ട് അങ്ങോട്ട് ബോധ്യമാകട്ടെ. മാപ്പിള സഖാവിന് നന്നായിട്ട് അങ്ങോട്ട് ബോധ്യം വരട്ടെ എന്താണ് ലക്ഷ്യം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിലെ കൃമികീടങ്ങളെ പോലെ വാതോരാതെ ഇങ്ങനെ വാദിച്ചു കൊണ്ടിരുന്ന മാപ്പിള സഖാവിൻ്റെ ഗതികേടാണ്. അപ്പം ഇത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുമോ അങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പാടുണ്ടോ? അവനൊരു മനുഷ്യനല്ലേ എന്ന്. ഈ മനുഷ്യത്വം ഇവർക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇവർക്ക് മനുഷ്യത്വം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ന്യായീകരണമായിരുന്നു. ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങളെ തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൻ്റെ മനസ്സ് എത്രത്തോളം ഉണ്ടാകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സഖാവിൻ്റെ പറച്ചിൽ കേട്ടില്ലേ നിങ്ങൾ? എന്താ പറച്ചിൽ? അതാണ് വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ 5K ഉള്ള ഫോളോവേഴ്സുള്ള സൈബർ പോരാളിയാ. കോഴിക്കോട് ജില്ലയിൽ എന്ത് കാര്യത്തിനും ഞാനാണ് പോകുന്നത്. അപ്പോൾ ഇവനെപ്പോലെ ഇപ്പോഴും ഗതി പിടിക്കാത്ത ആ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറേ എണ്ണം ഇപ്പോഴും ഉണ്ട്. എന്താ പണി? ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നടപ്പിലാക്കിയ പിണറായി വിജയൻ്റെ നിലപാടുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. എന്താണ് ആ നിലപാടുകൾ? വളരെ കൃത്യമായിട്ട് RSSന്റെ അജണ്ടകൾ, RSSന്റെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഏജന്റായിട്ടായിരുന്നു പിണറായി വിജയൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ പിണറായി വിജയന് വേണ്ടിയിട്ട് കുഴലൂത്തുകാരായിരുന്നു ഇവനൊക്കെ. ആ കുഴലൂത്തുകാർക്ക് സ്വാഭാവികമായിട്ടും അവിടെ പാർട്ടി RSSന്റെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ ഉസ്മാനെ പോലുള്ളവർ വന്നിട്ട് വണ്ടി ഓടിക്കാൻ ഇറങ്ങുമ്പോൾ CITU-കാരൻ തടയും. അതിന് എത്ര വലിയ സൈബർ കൃമികീടമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാലും തടയും. കാരണം അത് ഉസ്മാനാണ്. ഉസ്മാനെ തടയും. ഉസ്മാൻ്റെ അന്നം കൂടി മുട്ടിക്കും. ഉസ്മാൻ്റെ ജീവിതം വഴിമുട്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനെയും ന്യായീകരിക്കും. എന്താണെങ്കിലും ഉസ്മാൻ വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? CITU-കാരനാണ് തടയുന്നത് CPM-കാരനാണ്. അനുഭവിച്ചോ ഉസ്മാനെ, അനുഭവിച്ചോ. ഇനി ഇതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടെങ്കിൽ അതുകൂടി ഇറക്കണം പൊതുമധ്യത്തിലേക്ക്. പിണറായി വിജയന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും ചക്രവാളം ചുവപ്പിക്കാനും കനൽത്തരിയാകാനും ഒക്കെ ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും ഇറക്കി ന്യായീകരിച്ച് മെഴുകുന്ന അടിമയല്ലേ. അടിമ ഇതിനും ഇറക്കണമെന്നേ, ഇതിനും ക്യാപ്സ്യൂൾ ഇറക്കണം. ഇങ്ങനെ കരയാതെ ഉസ്മാൻ ഇങ്ങനെ കരയരുത്. കാരണം കരച്ചില് പോരാളിക്ക് പറഞ്ഞതല്ല, പോരാളിക്ക് പറഞ്ഞത് പോരാടണം. പറ്റില്ലെങ്കിൽ, ഇനി സമ്മതിച്ചില്ലെങ്കിൽ ആ വാഹനം വിറ്റിട്ട് ഇനി അതിന് എടുക്കാൻ ആളില്ലെങ്കിൽ അതിന് തീ കൊടുത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് എന്ത് ചെയ്യണം? വീണ്ടും പ്രവാസത്തിലേക്ക് പോകണം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട്
രാത്രികാലങ്ങളിൽ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയാൽ രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യണം? അവിടെ ഇരുന്നിട്ട് വീണ്ടും ആ ഉള്ള 5K ഫോളോവേഴ്സിനെ 10K ആക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തണം. സൈബർ പോരാട്ടം നടത്തണം. പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടി നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾക്ക് വേണ്ടിയിട്ട്, പാർട്ടിയുടെ ക്രിമികീടങ്ങൾ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെയുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം. കരയരുത്. കരച്ചില് പോരാളിക്ക് പറഞ്ഞതല്ല, പോരാളിക്ക് പറഞ്ഞിട്ടുള്ളത് പോരാട്ടമാണ്. എന്താണെങ്കിലും ഉസ്മാന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടമില്ല, ഉസ്മാന്റെ അവസ്ഥ കാണുമ്പോൾ വേദനയുമില്ല. ഉസ്മാൻ അനുഭവിക്കടാ ഉസ്മാനെ. പഠിക്കാത്ത പാഠങ്ങള് ഉസ്മാനെ പോലെയുള്ളവർ പഠിച്ചാൽ രക്ഷപ്പെടാം. പഠിക്കുന്നില്ല, ഇത് തന്നെ തുടരാനാണ് ലക്ഷ്യമെങ്കിൽ അനുഭവിക്കട്ടെ, നന്നായിട്ട് അങ്ങോട്ട് അനുഭവിക്കട്ടെ. എന്താണെങ്കിലും ഉസ്മാന് മനസ്സ് നൊന്തിട്ടുണ്ട്. ഉസ്മാന് സഖാവിന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. ആ വേദന സഖാവിൻ്റെ വാക്കുകൾ ഇങ്ങനെ പതറുമ്പോൾ, വാക്കുകൾ ഇടറുമ്പോൾ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടൊരു വാഹനം എടുത്ത് അതോടിക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ വരുമ്പോൾ ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഭരണസമിതിയും ഒക്കെ അതിന് അംഗീകാരം കൊടുത്ത് പെർമിറ്റ് കൊടുത്തിട്ടും സ്റ്റാൻഡിൽ ഓടാൻ സഖാക്കന്മാർ സമ്മതിക്കാതെ വന്നപ്പോൾ ഉസ്മാന്റെ നെഞ്ചൊന്ന് പടഞ്ഞിട്ടുണ്ട്. പെടയണമെന്നേ. ഇതുപോലെ പല ആയിരങ്ങൾക്ക് നെഞ്ച് വേദനിച്ചപ്പോൾ, അവരെ മനസ്സ് നൊന്തപ്പോൾ അതിനൊക്കെ ഈ അന്തം കമ്മിയ ക്രിമികീടങ്ങൾ ഇങ്ങനെ വരി നിന്നിട്ട് ക്യാപ്സ്യൂളുകൾ ഇറക്കിയവരാ. ഇപ്പോൾ സ്വന്തമായിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സ് നന്നായിട്ട് നോവുന്നുണ്ട്. നോവണം, നന്നായിട്ട് നോവണം. ജീവിതം വഴിമുട്ടണം. കാരണം ഇവർ വഴിമുട്ടിച്ച ആന്തൂർ സാജനെ പോലെയുള്ളവര് അല്ലേ? ആന്തൂരിലെ സാജനും പ്രവാസിയായിരുന്നു. വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന് ഒരു ഓഡിറ്റോറിയം പണിയാ, എന്നിട്ട് അതിന് പെർമിറ്റ് കൊടുക്കാതെ കളിപ്പിച്ചത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന PK ശ്യാമള. തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഇതൊക്കെ ഉസ്മാനെ പോലെയുള്ളവർ അന്ന് ന്യായീകരണങ്ങൾ ഇറക്കി. ഉസ്മാന്റെ പത്രം, മഞ്ഞപ്പത്രം, അന്ന് ആന്തൂരിലെ സാജന്റെ ഭാര്യയെ വേശ്യയാക്കി. മരിച്ച് ജീവനറ്റ ശരീരം മണ്ണിനടിയിലേക്ക് മറമാടിയിട്ടും ആന്തൂരിലെ സാജന്റെ ഭാര്യയെ വേശ്യയാക്കി ചിത്രീകരിക്കുകയായിരുന്നു മഞ്ഞപ്പത്രം നടത്തിയത്. അത് ഏറ്റുപിടിക്കാൻ ഈ മാപ്പിള സഖാവിനെ പോലെയുള്ള 1000 ക്രിമികീടങ്ങള് സൈബർ ഇടങ്ങളിൽ ആവേശത്തോടെ കാത്തിരിക്കുകയും ഉണ്ടായിരുന്നു അല്ലേ? ആ സൈബർ ക്രിമികീടത്തിൽപ്പെട്ട ഒരുത്തൻ ഇന്ന് അനുഭവിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വേദനിക്കുക, അവന് കരച്ചിൽ വരിക, അവൻ്റെ വാക്കുകൾ ഇടറുകയാ, അവൻ്റെ മനസ്സ് വേദനിക്കട്ടെ, അനുഭവിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാനാ? എന്താണെങ്കിലും മാപ്പിള സഖാവിനെ തടഞ്ഞത് INTUC-കാരനല്ല, മാപ്പിള സഖാവിനെ തടഞ്ഞത് STU-കാരനല്ല, കോൺഗ്രസ്സുകാരനല്ല, മുസ്ലിം ലീഗുകാരനല്ല. മാപ്പിള സഖാവിനെ തടഞ്ഞത് നല്ല ഒന്നാം തരം സഖാക്കൾ തന്നെയാ. സഖാക്കളാണെന്ന് ചോദിച്ചാൽ സഖാക്കളല്ല, സംഘാക്കള്. ഇപ്പം അങ്ങനെയാണല്ലോ, അതങ്ങോട്ട് ലോപിച്ച് മാറിയിരിക്കുകയാണ്, സംഘാക്കളായി മാറിയിരിക്കുക. ആ സംഘാക്കളാണ് മാപ്പിള സഖാവിനെ തടഞ്ഞിട്ടുള്ളത്. എനിക്ക് 5000 ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ സൈബർ ഇടത്തിലെ വലിയ ക്രിമികീടമാണ്, ക്രിമികീടങ്ങളുടെ രാജാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുറ്റിക്കാൻ വേണ്ടി ഒരു മുച്ചക്ര വാഹനവുമായിട്ട് മാപ്പിള സഖാവ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നീ ഓടണ്ടടാ, നീ വീട്ടിൽ പോയിരിക്ക് എന്നാണ് മാപ്പിള സഖാവിനോട് സംഘാക്കൾ പറഞ്ഞത്. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, വെൽ ഡൺ സംഘാക്കളെ, വെൽ ഡൺ. നിങ്ങൾ കീപ് ഇറ്റ് അപ്പ്. ഇത് തന്നെ തുടരണം, ഇത് തന്നെ നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കണം. ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തികൾ. ഇത് നിങ്ങൾ ഇനിയുള്ള കാലം ഇതേ പ്രവർത്തികൾ തുടർന്നു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇടയിലുള്ള മാപ്പിള സഖാക്കൾ അവർ നന്നായിട്ടൊന്ന് അനുഭവിക്കട്ടെ, അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ. ഇനി അതിൽ നിന്നും പഠിക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. ചിലപ്പോൾ ഇതിനും ഉസ്മാൻ എന്താക്കും, ക്യാപ്സ്യൂൾ ഇറക്കട്ടെന്നേ. നമുക്കെന്താ, ഉസ്മാൻ ലോൺ എടുത്ത് തിരിച്ചടക്കേണ്ടത് ഉസ്മാന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ ഉസ്മാൻ വണ്ടി ഓടണം, ഓട്ടം ഉണ്ടാവണം, യാത്രക്കാരുണ്ടാവണം, വാടക കിട്ടണം, അരി മാടിക്കണം അല്ലേ? അപ്പോൾ ഉസ്മാൻ ഓടിയാ ഉസ്മാൻ തിന്നാ, ഉസ്മാൻ ഓടിയിട്ടില്ലെങ്കിലോ
ഉസ്മാന്റെ കഞ്ഞുകൂടി മുട്ടിക്കുന്നതാരാ? സഖാക്കൾ തന്നെയാണ്. ഇനിയും പഠിക്കാത്ത മാപ്പിള സഖാക്കൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാക്കി കാണാം. വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കണ്ടാൽ മതി. ഇല്ല, ഞങ്ങൾ ഇനിയും കുഴലൂത്തുകാരായി തന്നെ തുടരാനാണ് ഉദ്ദേശം, അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്നാണെങ്കിൽ കണ്ടിന്യൂ, കീപ് ഇറ്റ് അപ്പ്. ആർക്കും ഒരു പരാതിയില്ല. കരയരുത്, പക്ഷെ കരയാതിരുന്നാൽ മതി. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് കരയരുത്. കാരണം നിങ്ങൾ പോരാളികളല്ലേ, നാണമില്ലേ നിങ്ങൾക്ക് കരയാൻ? പോരാളികൾ പോരാട്ടം നയിക്കേണ്ടവരാ. പോരാടണം. പോരാടി അവസാന ശ്വാസം വലിക്കുന്നത് വരെ പോരാടിക്കൊണ്ടേയിരിക്കണം. വീട്ടിൽ പട്ടിണി ആയിക്കൊണ്ടേയിരിക്കും. അത്രയേ ഉള്ളൂ.